സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഒരു തെളിച്ചം പോരല്ലോ. എന്താ അത്? ഏയ്, നിനക്ക് വെറുതെ തോന്നുന്നതാ. കേറി വാ. എന്താ ഏട്ടത്തി, രഘുവേട്ടന്റെ കല്യാണം തീരുമാനിക്കാൻ പോവാണോ?
തീരുമാനിക്കൊന്നുമല്ല, ഒരാലോചനയുണ്ട്. പെണ്ണ് ഞാനല്ലല്ലോ, ആണോ? അല്ല. അപ്പൊ പിന്നെ ഈ കല്യാണത്തിൽ എന്റെ റോൾ എന്താ? താലികെട്ട് നടക്കുമ്പോ പുറകെ നിന്ന് പൂ എറിയാനോ? വിഷ്ണു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? കല്യാണം എന്ന് പറയുന്ന കുട്ടിക്കളിയൊന്നുമല്ല. ഏട്ടത്തി, കുട്ടിക്കളിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടിയായിരുന്നപ്പോ മുതല് രഘുവേട്ടനെ ചൂണ്ടിക്കാണിച്ച് ഇത് നിന്റെ ചെക്കനാണെന്ന് പറഞ്ഞ എന്നെ വളർത്തിയത്. ഇപ്പോഴും ആ മോഹം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. വിഷ്ണു വെച്ച് മോഹിച്ചു എന്ന് വെച്ച് ചെറിയേട്ടനും കൂടി ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഇങ്ങനെ അഹങ്കാരം കാണിച്ചാ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? വെറുതെ അഹങ്കരിക്കല്ല ഉമ്മേ ഞാൻ. ഐ ഹാവ് ദ പവർ ടു പ്രൗഡ്. ഈ ഒരൊറ്റ കാര്യത്തിനെ ആർഗ്യുമെന്റും ആപ്ലിക്കേഷനും ആയിട്ട് ഈ പഠിക്കലേ ഞാൻ വരാറുള്ളൂ. ഏട്ടത്തി സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടാ, ഇല്ലെങ്കിൽ ഇവിടെ വന്നിങ്ങനെ അധികാരമൊന്നും കാണിക്കില്ല. സ്വന്തക്കാരല്ലേ മോളെ? എന്ത് സ്വന്തം? അമ്മ വഴി അങ്ങോട്ട് പറഞ്ഞു കേട്ട ബന്ധമേ ഉള്ളൂ. കണ്ണെടുത്ത് കണ്ടൂടെ എനിക്ക് ആ വീട്ടിലെ ഒന്നിനെ. നീയോ വന്നേളോ? ഏതിരാഗ വായിക്കാൻ തുടങ്ങിയത്? മോഹനം. മോഹന എനിക്ക് പ്രിയം. മോഹിപ്പിക്കുന്നതാണ് എനിക്ക് പ്രിയം. എന്നെ മോഹിപ്പിക്കുന്നത് അത് രഘുവേട്ടനാണ്. മോഹിപ്പിക്കുന്നതല്ല വിഷ്ണു, സ്നേഹിക്കുന്നത്. ഞാന് നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ. വേണ്ട, ഞാൻ ആഗ്രഹിച്ചു പോയി രഘുവേട്ടനെ. ഒരു കല്യാണം എനിക്കുണ്ടെങ്കിൽ അത് രഘുവേട്ടനായിട്ട് ഉണ്ടാവും. ഇങ്ങനെ അനാവശ്യമായിട്ട് വാശി പിടിക്കല്ലേ നീ. നല്ല ഒരു ബന്ധം വേറെ കിട്ടും നിനക്ക്. ദാ ഈ ഒരു സ്റ്റൈലും സ്മാർട്ട്നെസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരാള്. വേണ്ട, കല്യാണം കഴിക്കാൻ ആളുണ്ടോന്ന് അന്വേഷിച്ചിറങ്ങിയതല്ല ഞാൻ. അച്ഛന്റെ അമ്മയുടെയും സോഷ്യൽ സ്റ്റാറ്റസ് വെച്ച് മാത്രം നോക്കിയാലും മിനിമം ഒരു IAS IPS ഉള്ളവനെ കിട്ടും എനിക്ക്. പിന്നെന്താ പ്രശ്നം? പ്രശ്നം രഘുവേട്ടനാണ്. സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രൊഫഷണലിസം കൊണ്ടും ഇതിനേക്കാൾ കൊള്ളാവുന്നവരുണ്ടാവും. പക്ഷെ ആര് വന്നാലും എന്റെ മനസ്സിൽ അയാൾ രഘുവേട്ടന് പകരക്കാരനാവില്ല, അറിയോ? നീ പറയുന്നൊക്കെ ശരിയായിരിക്കും, അതൊക്കെ നിന്റെ കാഴ്ചപ്പാടാണ്. അതുപോലെ എനിക്കുണ്ട് ചെറിയ സങ്കല്പങ്ങളൊക്കെ. ഇപ്പൊ തോന്നി ഈ അഫക്ഷനൊക്കെ മാറ്റി വെച്ചിട്ട് നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരിക്കലും നിനക്ക് ചേർന്ന ആളല്ല. ഒരു പഴഞ്ചൻ ചിന്താഗതിക്കാരനാണ് ഞാൻ. നോക്ക്, നിന്നെ കാണാൻ കൊള്ളാം, നിന്റെ സ്വഭാവം തെറ്റല്ല. മൊത്തത്തിൽ നീ പറഞ്ഞതുപോലെ എത്ര ഉയർന്ന ആള് വന്നാലും ഇഷ്ടപ്പെടും. രഘുരാമന്റെ പഴഞ്ചൻ മനസ്സില് ഇതുപോലൊരു വിഷ്ണുപ്രിയയില്ല. പിന്നെന്താ രഘുരാമന് വേണ്ടത്? സാക്ഷാൽ സീതയാണ്. ഇവൾക്കെന്താ സീതാദേവിയുടെ ഗുണഗണങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടാവണം. എന്റെ മനസ്സിലെ സീതാലക്ഷ്മി ആവാൻ ഇവൾക്ക് കഴിഞ്ഞാൽ അതിനും വലിയൊരു ഭാഗ്യം എനിക്കില്ല. സമ്മതിക്കില്ല, ഒരു കാലത്ത് സമ്മതിക്കില്ല ഞാൻ. വേറൊരു പെണ്ണിനെ രഘുവേട്ടൻ നോക്കുന്നത് പോലും സഹിക്കില്ല എനിക്ക്. ഒരു ഫോട്ടോ വെച്ച് പൂജിക്കല്. കൊല്ലും ഞാൻ, നോക്കിക്കോ, കൊല്ലും ഞാൻ എല്ലാത്തിനെ.
പാവമല്ല ഞാൻ. അങ്ങനെ വിചാരിക്കേണ്ട ആരും. നിന്നെ തോൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ ആർക്കും. നീ ജയിച്ചു കാണണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ കാണിച്ച സ്നേഹമൊക്കെ ഒരുതരം ഷോ അല്ലേ ഏട്ടത്തി? അവസരത്തിനൊപ്പിച്ച് പലതരം മുഖങ്ങൾ കാണിക്കുന്ന ഒന്നാന്തരം ഷോക്കാടാ ഏട്ടത്തി. ഇത്രയും പറഞ്ഞപ്പോഴേക്കും മോള് വല്ലാതെ വിയർത്തു. ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ബി പി കൂട്ടാൻ പാടില്ല. ചെല്ലേ. ഞാൻ പോയാലും തിരിച്ചു വരും ഏട്ടത്തി. ഇവിടെ തന്നെ തിരിച്ചു വരും. ഇഷ്ടപ്പെട്ടതെന്തും ഒരു വാശിക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് ഞാൻ. അഥവാ കിട്ടില്ലെന്ന് ഉറപ്പായ തല്ലിയൊടിച്ച് കളഞ്ഞിട്ടെങ്കിലും ഉണ്ട് മറ്റാരും സ്വന്തമാക്കാതിരിക്കാൻ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അച്ഛൻ പേടിച്ചിരിക്കായിരുന്നു. എന്താ ഇത്ര വൈകി? ഇതേതാ ഈ കുട്ടി? ഞാൻ പറയാറില്ലേ അച്ഛാ, എന്റെ ലച്ചോ ഇത്. ആഹാ, ഇതാണോ ആള്? ഇവിടെ വന്ന മോളെ കുറിച്ച് പറയാനേ ഇവക്ക് സമയമുള്ളൂ. വലിയ ഇല്ലത്തെ കുട്ടിയല്ലേ? ഇവളെ നിർബന്ധിച്ചു കൊണ്ടുവന്നത് അച്ഛാ ഞാൻ. ഒരു ദിവസം നമ്മളോട് താമസിക്കട്ടെ. ഒരു ദിവസം ആക്കുന്നതിനാ? ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി. കരുവാ. വാ. മാഷേ, അച്ഛൻ സാറ് കരുവാ. മോളിഞ്ഞെത്തിയോ? സമാധാനമായി. എന്താ സാർ? അവര് നാളെ ഇഞ്ഞ് വരും പെണ്ണ് കാണാൻ. കാണാനൊന്നുമില്ല. മാഷിന്റെ മോളെ ഇഷ്ടപ്പെടും രഘുപതിക്ക്. അവനെ മോക്കും ഇഷ്ടപ്പെടും. പൊക്കവും വണ്ണവും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. ഈ ഫോട്ടോ ഒന്നുമില്ലേ സാറിന്റെ കയ്യില്? ഉണ്ടെങ്കിൽ കണ്ടോ മാഷേ, ചെറുക്കനെ കാണാൻ തിടുക്കമായി കുട്ടിക്ക്. ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ല ഞാൻ. ആളെ നേരിട്ട് കാണാമല്ലോ. നാളെ 11 മണിക്കുള്ളിൽ അവരിഞ്ഞു വരും മാഷേ. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നാളെ എപ്പോഴാ പോണത്? 10 മണിക്ക് അവിടെ ചെല്ലാവുന്ന വില്ലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നീയും വരണം. നീ ഇല്ലാതെ ഞാൻ പോവില്ല. നല്ല കാര്യായി. ഞാൻ വരാതിരിക്കൂ? നിന്റെ പെണ്ണിനെ കാണാൻ എനിക്കും ഉമ്മയ്ക്കോ കൂടുതൽ തിടുക്കം. നല്ല കുട്ടിയാടാ. രൂപം കൊണ്ട് നിനക്ക് ചേരും. സ്വഭാവം കൊണ്ട് നമ്മുടെ ഏട്ടത്തിമേ പോലൊരു പെണ്ണായിരുന്നാ മതി. അതേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. കിട്ടില്ല. ഏട്ടത്തി അമ്മയെ പോലെ മനസ്സ് നിറച്ച് സ്നേഹമായിട്ട് ദൈവം വേറൊരാളെ സൃഷ്ടിച്ചിട്ടില്ല. എന്നാലും നല്ല കുട്ടിയായിരിക്കും അവള്. എന്റെ മനസ്സങ്ങനെ പറയുന്നത്. എനിക്ക് അതിലൊന്നുമല്ല രഘുരാമ പേടി. ശേഖരമാമയ്ക്ക് വിഷ്ണുപ്രിയ നിന്നെ കൊണ്ട് കെട്ടിക്കണമെന്നുണ്ട്. ആ പെണ്ണിന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്തും ചെയ്യോള്. സച്ചു, അവളുടെ ഈ ചാട്ടവും ബഹളവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. ഇത്തിരി ദുർവാശി ഉണ്ടെന്നല്ലാതെ ബേസിക്കലി ഒരു പാവ അവള്. നിനക്കെല്ലാം നിസ്സാരമാ. ഞാൻ എന്തായാലും നേരിട്ട് പോയി സംസാരിക്കുന്നുണ്ട്. എന്തിന്? നിനക്കെന്തിനാ ഇത്രയ്ക്ക് പേടി? എനിക്ക് പേടിയുണ്ട്. ഈ വീട്ടിലൊരാളുടെ കണ്ണ് നിറഞ്ഞ സൈക്കിൾ എനിക്ക്. ആരുമില്ലാത്ത എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഈ കുടുംബം. എനിക്ക് മറക്കാൻ പറ്റൂടാ. തെരുവിൽ അറിഞ്ഞടക്കേണ്ട ഞാൻ ഇപ്പൊ മാളികയിലല്ലേ ജീവിക്കുന്നത്.
ഞാൻ ചെന്ന് പറയാളോട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. ദേ, ഇവിടെ വന്നതിന് ശേഷം ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല നീ. ഇങ്ങനെ ഇരുന്ന് അച്ഛൻ എന്താ വിചാരിക്ക? ചിരിച്ച് സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചാലും കഴിയില്ല എനിക്ക്. വേണ്ട, എന്നാൽ ഈ മുറി തന്നെ ഇരിക്കണോ? നീ എഴുന്നേറ്റ് വന്നേ, ആഹാരം എടുത്തു വെച്ചു. എനിക്ക് വേണ്ട കൃഷ്ണേച്ചി, വിശപ്പില്ലാതെ എങ്ങനെയാ? വിശപ്പൊക്കെ ഉണ്ടാവും. നീ എഴുന്നേറ്റ് വാ മോളെ. ഇല്ലെങ്കിൽ അച്ഛനോട് എന്ത് സമാധാനം ഞാൻ പറയാ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ആരും ഒന്നും കഴിക്കണ്ടെന്ന്. മോളെ, ആ ഇതെന്താ രണ്ടുപേരും കൂടെ ഇന്ന് കഥ പറയാ? ദേ ചോറെടുത്ത് വച്ചതിനും തണുക്കുന്നു. വാ. വാ കൃഷ്ണേച്ചി. നീ കഴിക്കോ? ഒക്കെ ശരിയാവും. വാ. കറിയൊക്കെ കുറവാ മോളെ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നല്ലേ. കുറവാണെങ്കിലും അച്ഛന് പെണ്ണുങ്ങളെക്കാൾ കൈപ്പുണ്യ. ഞാൻ ഉണ്ടാക്കിയ ഇതിന്റെ പകുതി പോലും ശരിയാവില്ല. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഈ കുട്ടിക്ക് എന്താ ഒരു മ്ലാനത? ഏയ്, ഇവളിങ്ങനെയാച്ചാ. എന്നിട്ട് നീ പറഞ്ഞിരുന്ന അങ്ങനെയൊന്നുമല്ലോ. ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന കുട്ടിയാണെന്നില്ലേ? ഈ പുളിശ്ശേരി അടിപൊളിയാച്ചാ. അയ്യോ, ഇതെന്താ ഛർദിക്കുന്നത്? അത് ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ അച്ഛാ, അതുകൊണ്ടായിരിക്കും. മോളെ, എന്താ? നെയ്യും പരിപ്പോ കൂട്ടി ഉണ്ണുന്ന കുട്ടിയല്ലേ, ചിലപ്പോ ഇവിടുത്തെ ആഹാരം പിടിച്ചിട്ടുണ്ടാവില്ല. ഒന്നും കഴിച്ചില്ലല്ലോ മോളെ കുട്ടി. ഇനിയൊന്നും കഴിക്കാതിരിക്കുന്നതാ അച്ഛൻ നല്ലത്. പിന്നെ ഛർദിച്ചാലോ? നല്ല ഉപ്പിട്ട് അച്ഛൻ കഞ്ഞിവെള്ളം എടുക്കാം. ഛർദിക്കില്ല, ക്ഷീണവും മാറും. വേണ്ട അച്ഛാ, ഇതങ്ങനെ മാറില്ല. മോളെന്താ അങ്ങനെ പറഞ്ഞത്? ഏയ്, അവൾക്ക് ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാ. കുറച്ചു നേരം കിടന്ന മാറിക്കൊള്ളും. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. പേടിയാവുക കൃഷ്ണേച്ചി എനിക്ക്. കരയില്ലേ? കരയില്ലേ?
സാരമില്ല, കരയണ്ട. എന്തു വന്നാലും കൃഷ്ണേച്ചുണ്ടാവും കുട്ടിയുടെ കൂടെ. കണ്ടുപിടിക്കും. അയാൾ എവിടെയുണ്ടെങ്കിലും കൃഷ്ണേച്ചി കണ്ടുപിടിക്കും. കരയരുത്. എന്റെ മോള് കരഞ്ഞ സഹിക്കില്ല കൃഷ്ണേച്ചിക്ക്. കരയല്ലേ. വിഷ്ണുപ്രിയ ഒരു കാര്യം സ്വയം മനസ്സിലാക്കണം. പരസ്പരം ഇഷ്ടപ്പെട്ടവർ തമ്മിലാണ് കല്യാണം നടത്തേണ്ടത്. രഘുരാമന് നിന്നെ വേണമെങ്കിൽ പിന്നെ നിന്നെ പുറകെ നടക്കുന്നത്. പിറകെ നടന്നതല്ല, ഒന്നിച്ച് നടന്നതാ ഞങ്ങള് കുട്ടിക്കാലം മുതല്. അതെനിക്കും അറിയാവുന്നതല്ലേ. കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിൽ പെരുപ്പിച്ചു നടക്കുന്നത് വിട്ടിത്തമാണ്. സച്ചിദാനന്ദൻ എന്തു പറഞ്ഞാലും ശരി, എന്റെ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ആരുടെയും മനസ്സ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വിഷ്ണുപ്രിയയ്ക്ക് വേറെ വിവാഹം ആലോചിക്കണം. നല്ല ഒന്നാന്തരം ചെറുക്കനെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് എല്ലാവർക്കും കൂടി അതങ്ങ് നടത്താം. പറ്റില്ല. എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് രഘുവേട്ടനായിട്ട് മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം ഞാൻ. പക്ഷേ സ്വൈരായിട്ട് ജീവിക്കില്ല രഘുവേട്ടൻ. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വഭാവം മാറ്റരുത്. നീ എന്ത് ചെയ്യുന്നു അറിയോനെ? എന്തു ചെയ്യും ഞാൻ? വേണ്ടി വന്ന കെട്ടാൻ പോകുന്നവളെ കൊല്ലാനും ഞാൻ മതി. അമ്മാ നീ വന്നേ. എന്തിനാ? വാ പറയട്ടെ. എങ്ങനെയുണ്ട് ശേഖര മാമ? നാടകത്തിനൊരു പിരിമുറുക്കമായില്ലേ? കൊള്ളാം കൊള്ളാം സച്ചിദാനന്ദ, അസലായിട്ടുണ്ട് നിന്റെ അഭിനയം. ഒക്കെ അവള് വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിക്കും ശേഖര മാമേ. ഇത്രയും കാലം അടങ്ങാത്ത പക മനസ്സിൽ വെച്ചുകൊണ്ട് ചിരിച്ചു കാണിച്ചില്ലേ മുല്ലക്കൽ തറവാട്ടിലെ ഓരോരുത്തരുടെ നേരെ ഞാൻ. അതൊക്കെ സത്യമാണെന്ന് കരുതി എന്നെ സ്നേഹിച്ചൊന്നും നടന്നില്ല അവര്. പിന്നെയാണോ ഈ കൊച്ചു പെണ്ണ്? ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണോ പാട്? ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കും സച്ചിദാനന്ദൻ. അതിനുവേണ്ടി എന്ത് നാടകവും കളിക്കും. എല്ലാറ്റിനും പുറകിൽ നീയാണെന്ന സത്യം എന്നെങ്കിലും തിരിച്ചറിയും സച്ചിദാനന്ദ. അന്ന് ആദിത്യവർമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതം കവടിയെടുത്ത് ഗണിക്കാതെ മനസ്സിൽ കാണുന്നുണ്ട് ഞാൻ. പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല ശേഖരമാമ. അവസാനം കാണും വരെ ചിരിച്ചുകൊണ്ട് നിൽക്കും ഞാൻ. പിന്നെ പറഞ്ഞത് നേരാ, എന്തെങ്കിലും തിരിച്ചറിയും. അറിയണം, പാല് കൊടുത്ത് വളർത്തിയത് വെറും മൂർഖനെയല്ല, ഒരു കരിമൂർഖനെയാണെന്ന് തിരിച്ചറിയണം. ഈ കല്യാണം മുടങ്ങുന്നവരോടെ ആയിരിക്കണം സച്ചിദാനന്ദ ഇതിന്റെ തുടക്കം. ഇത് മുടങ്ങിയിട്ട് എന്റെ മോളെ അവൻ കെട്ടിയിരിക്കണം. ശേഖരമാമ സമാധാനമായിട്ടിരിക്കണം. ഈ വിഷ്ണുപ്രിയ തന്നെ മുടക്കിക്കോളും രഘുരാമന്റെ കല്യാണം. വരുതിക്ക് വരും. ഒക്കെ ഉദ്ദേശിച്ചെടുത്ത് കൊണ്ടുവന്ന് കെട്ടും ഞാൻ. ശേഖരമാമയ്ക്കറിയാലോ, രഘുരാമന്റെ അച്ഛനാ എന്റെ അച്ഛനെ അമ്മയും കൊന്നത്. എന്റെ കൺമുന്നിൽ വെച്ച് ചുട്ടു കൊല്ലുമായിരുന്നു അവരെ. അഞ്ചു വയസ്സില് അന്ന് ഞാൻ ചങ്ക് പൊട്ടിക്കരഞ്ഞ കരച്ചിലിന്
മുല്ലക്കൽ തറവാടിന്റെ തായ് വേര് വരെ പിഴുതെടുത്തായിരിക്കും ഞാൻ കണക്ക് പറയാ. നശിക്കണം, സകലതും നശിച്ച് തീരണം. ഇല്ലെങ്കിൽ വിഷ്ണുപ്രിയ പറഞ്ഞ പോലെ എല്ലാത്തിനെയും കൊല്ലാനും മടിക്കില്ല സച്ചിദാനന്ദൻ.